ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഒരു ലെൻസാണ്. നമ്മുടെ സിഗ്മയുടെ 30mm ഒരു 1.4 എഫ് വരുന്ന ഒരു കണ്ടംപററി ലെൻസാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് സോണിയുടെ ആണ് കേട്ടോ. ഈ മൗണ്ട് ഇത് ഈ സെയിം സാധനം നമുക്ക് കാനോണിൻ്റെ അവൈലബിൾ ആണ്. ഇതൊരു പ്രൈം ലെൻസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു അത്യാവശ്യം നല്ലൊരു വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ ഒരു ലെൻസ് പ്രൈം ലെൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30mm നോക്കാം. 30-35mm നോക്കാം. 50mm ചിലപ്പോൾ ഈ ഫോക്കൽ ലെങ്ത് ഭയങ്കര വലുതായിട്ട് തോന്നും. പ്രത്യേകിച്ച് ഇൻഡോർ യൂസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 50mm വലിയ യൂസ് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 50mm ഇതിനായിട്ട് വില കുറവാണ് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അതിൻ്റെ സെൻട്രലായിട്ട് നിൽക്കുന്ന ഒരു 30, 35, 32mm ഒക്കെ ഉണ്ട്. ആ റേഞ്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇൻഡോറിന് യൂസ് ചെയ്യാം, ഔട്ട്ഡോറിന് യൂസ് ചെയ്യാം, വീഡിയോന് ഉപയോഗിക്കാം, ഇമേജിന് ഉപയോഗിക്കാം, എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ആദ്യം സോണിയുടെ ഒരു ജി മാസ്റ്റർ ലെൻസിൻ്റെ ഒരു മോഡലുണ്ട്. നമുക്ക് അവരുടെ ഒരു 18-105 സൂം ലെൻസ് ഉള്ള മോഡലുണ്ട്. അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അത് ഞാൻ മാറ്റി. പിന്നെ ഞാൻ ഇത് സിഗ്മാൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു മെയ്ഡ് ഇൻ ജപ്പാൻ, അതായത് ജപ്പാനീസ് ബ്രാൻഡ് തന്നെയാണ്. നമ്മുടെ സോണിയുടെ പോലെ തന്നെ ആദ്യം സോണിയുടെ ലെൻസാണ് വിചാരിച്ചത്. പിന്നെ സിഗ്മ ലെൻസിലേക്ക് മാറി. ഇത് ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. നമുക്കിപ്പോൾ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1500 രൂപയൊക്കെ നമുക്ക് ഓഫ് കിട്ടി ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട്. ശരിക്കും പ്രൈസ് 28 രൂപയ്ക്കാണ്. നമുക്കിപ്പോൾ എനിക്ക് കിട്ടിയത് 2500 ആ റേഞ്ചിലൊക്കെയാണ് പ്രൈസ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫിൽറ്റർ സൈസ് വരുന്നത് 52mm ആണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കട്ടെ. അപ്പോൾ നമുക്ക് നിങ്ങളിത് അൺബോക്സ് കണ്ടിട്ട് കേട്ടോ. നമ്മുടെ സിഗ്മയുടെ 30mm f1.4 വരുന്ന ഒരു കണ്ടംപററി നമ്മുടെ APS-C ലെൻസാണ്. നമ്മുടെ സോണി ഇ മൗണ്ട് സിസ്റ്റത്തിന് വരുന്ന ഒരു ലെൻസാണ് കേട്ടത്. ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഒരു പ്രൈം ലെൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമ്മുടെ 50mm നോർമൽ 50mm ലെൻസ് ഉണ്ടല്ലോ, പ്രൈം ലെൻസ്, അതിനായിട്ടും കുറച്ച് റേറ്റ് കൂടുതലാണ് 30mm. 50mm പറയാൻ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം ഇപ്പോൾ വീഡിയോ പർപ്പസിനൊക്കെയാണ് അത്യാവശ്യം ഒരു എന്താ പറയുക ഫോക്കൽ ലെങ്ത് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു 30mm എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റായിട്ടുള്ളൊരു ഫോക്കൽ ലെങ്ത് ആണ് ഫോർ വീഡിയോ ആയിക്കോട്ടെ, എന്താ പറയുക ഫോട്ടോസിനായിക്കോട്ടെ. അത്യാവശ്യം f1.4 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബൊക്കെ എഫക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഇത് ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. സിഗ്മയുടെ 2 year വാറൻറ്റിയൊക്കെ വരുന്ന ഫ്രഷ് സാധനമാണ്. ഞാൻ ഇപ്പോൾ തന്നെ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സിൽ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു, അൺബോക്സിങ് ചെയ്തതിൻ്റെ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. MRP കൊടുത്തിരിക്കുന്നത് 35,700 രൂപയാണ്. സിഗ്മ ലെൻസിൻ്റെ ആണ്. ഡേറ്റ് ഓഫ് ഇമ്പോർട്ട് January 2026. സിഗ്മ നിങ്ങൾക്ക് അറിയാം, ജപ്പാനീസ് ബ്രാൻഡാണ്. ഇത് ആക്ച്വലി നമുക്ക് ഓൾമോസ്റ്റ് 10,000 രൂപ ഡിസ്കൗണ്ടിലാണ് നമുക്ക് കയ്യിൽ കിട്ടിയിട്ട്. ആമസോണിൽ ഇപ്പോൾ സെയിൽസ് നടക്കുന്നുണ്ടല്ലോ. ഫ്ലിപ്കാർട്ടിൽ ഇത് ആക്ച്വലി ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പ്രൈം ലെൻസ് നോക്കി തുടങ്ങിയിട്ട് എന്ന് വെച്ചാൽ 2 സോണി ക്യാമറയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതിലെൻ്റെ ഒരു ലെൻസ് ഇല്ല. നമ്മളത് കിറ്റ് ലെൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് സെൽ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ ഇതിൽ നമുക്ക് 2.5 ഇയറുടെ ഇന്ത്യൻ വാറൻറ്റി സിഗ്മയുടെ ഒരു കാർഡ് വരുന്നുണ്ട്. പിന്നെ സിഗ്മയുടെ ലിമിറ്റഡ് വാറൻറ്റി ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ ഭാഷയിലുള്ളതും കാണുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു വലിയൊരു ബുക്ക്ലെറ്റ്സ്, അതായത് എന്താ പറയുക സ്റ്റാർട്ടപ്പ് ഗൈഡ് അങ്ങനത്തെ പോലെ സംഭവമായിരിക്കും. പിന്നെ ട്രൂ വാല്യൂ കസ്റ്റമേഴ്സുമായിട്ട് കസ്റ്റമർ ഗൈഡ് സാധനം മൾട്ടിപ്പിൾ ഭാഷയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലുത് കിട്ടാം. പിന്നെ അവരുടെ സീൽ വെച്ച സാധനം, ഇത് നമ്മൾ ആമസോൺ വാങ്ങിച്ച കാരണം അവരുടെ സീലൊന്നും ഇല്ല, പക്ഷേ വാറൻറ്റി സ്റ്റിക്കറാണ് സംഭവം. ഇതാണ് നമ്മുടെ ബോക്സ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു പാക്കേജിൽ തന്നെയാണ് ആമസോണിൽ വന്നത്. വേറെ സെപ്പറേറ്റ് പാക്കേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബോക്സിന് ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തായാലും നമുക്ക് ഉള്ളിൽ നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ ലെൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുമേ ഡാമേജ് ഒന്നും ഇല്ല. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവരുടെ ലെൻസ് കൂട്ട് ക്യാപ്പോയിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അതിൻ്റെ ദൂരി പോകുന്നത് മെയിൻ ലെൻസ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. മെയ്ഡ് ഇൻ ജപ്പാനിൻ്റെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതതിൻ്റെ ലെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നീറ്റാണ്. ഡാമേജസോ കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ മൗണ്ടിങ് ഏരിയ. അതും ക്ലീനാണ്, വേറെ ഇഷ്യൂസോ കാര്യമൊന്നുമില്ല. പിന്നെ നമുക്കിതിൽ ആ ഒരു എന്താ പറയുക ലെൻസ് ഹുഡ് വരുന്നുണ്ട്. ലെൻസ് ഹുഡ് ഞാൻ ശരിക്കും അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ലോക്കായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഈ 2 നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വയ്ക്കാം. നമുക്ക് നമ്മുടെ ക്യാമറയിൽ ഒന്ന് ഇട്ട് നോക്കാം.
ഇത് എൻ്റെ ആക്ച്വലി 6400 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും ഇട്ടോ. ഇത് APS-C ലെൻസാണ്. അപ്പോൾ നമുക്ക് 6700 ZV-10, അതായത് ഈ സാധനം ZV-10 ഇത് എന്താ പറയുക Mark 1 ആണ്. Mark 2 പറ്റും, എല്ലാത്തിലും പറ്റും, ഫുൾ ഫ്രെയിമിലും പറ്റും. പക്ഷേ ഫുൾ ഫ്രെയിമിലിടുമ്പോൾ കൂടുന്നു മാത്രമേ ഇട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ദൂരെ വെച്ച് നോക്കാം. സിഗ്മ നിങ്ങൾ ക്യാമറ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കാൻ നോക്കാം കേട്ടോ. മുകളിലൊക്കെ ഫേസ് ചെയ്യാണ്ടിരിക്കുക, പൊടി കയറാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ, ലെൻസിൻ്റെ താഴെ ഭാഗമാണെങ്കിലും. ഇതിൽ നമുക്കൊരു ഡോട്ട് ഉണ്ടായിരിക്കുമല്ലോ, അതാ വൈറ്റ് ഡോട്ട്. അപ്പോൾ വൈറ്റ് ഡോട്ട് വെച്ചു, ലോക്കായി. ഇതും കൂടി വയ്ക്കുമ്പോൾ ഇത് അത്യാവശ്യം വലുതുപോലെ തോന്നി കിട്ടും, അതാണ് ഇതിൻ്റെ ലുക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ ചിലപ്പോൾ വീഡിയോൻ്റെ നമ്മളെ ഇൻട്രൊഡക്ടറി പാർട്ട് കണ്ടില്ലേ, അത് ആക്ച്വലി നമ്മുടെ കിറ്റ് ലെൻസ് വെച്ചിട്ട് നമ്മൾ ZV-10 ഷൂട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് ഞാൻ ഈ സാധനം ZV-10 ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫ്രെയിം എന്താ പറയുക വീഡിയോ ഫുട്ടേജ് കാണിച്ചു തരാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ സാധനം ഇട്ട് നമ്മുടെ ZV-10 ഇട്ട വീഡിയോ ഫുട്ടേജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ അൺബോക്സിങ് ആളൊക്കെ കണ്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ, ഞാനിത് 6400 വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സൈസ് കണ്ടു. ഇത് നോക്കേണ്ടത് ലെൻസ് ഹുഡാണ്, ഇത്രയും സൈസ് വരുന്നുണ്ട്. അപ്പോൾ നോർമലി കിറ്റ് ലെൻസിനായിട്ട് നല്ല സൈസ് ഉണ്ട്, വെയിറ്റും കുറച്ചുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോണിയുടെ കിറ്റ് ലെൻസിലത്തെയാണ് Mark 2. അത് പഴയ കിറ്റ് ലെൻസ് അല്ല, പുതിയ കിറ്റ് ലെൻസ് ഇറങ്ങിയിട്ട് അതിൻ്റെയാണ് OSS Mark 2 ആണത്. പണ്ടത്തെ അപ്പോൾ 2 കൊല്ലം മുമ്പൊക്കെ വാങ്ങിച്ചവർക്കാണെങ്കിൽ അത് Mark 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലെൻസുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും, Mark 2 എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് 30mm പ്രൈം ലെൻസ്, സിഗ്മയുടെ പ്രൈം ലെൻസിലേക്ക് മാറാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിഗ്മയുടെ 30mm ലെൻസ് എന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ബ്ലർ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നല്ലപോലെ കിട്ടുന്നുണ്ട്. നോർമലി കാട്ടും കുറച്ചുകൂടി അകലെ വെക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് സ്പേസ് വേണം, നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് സ്പേസ് മതി, വലിയ സ്പേസ് ഒന്നും വേണ്ട. അപ്പോൾ സിമ്പിളായിട്ടൊരു 1.5 മീറ്ററൊക്കെ മതി. 1.5 മീറ്റർ വെച്ചാൽ നിങ്ങൾക്ക് ഈ വ്യൂവിൽ കിട്ടും. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 2 മീറ്റർ ആവും. ഇതിപ്പോൾ 2 മീറ്ററിൻ്റെ വ്യൂ ആണ് നിങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടെ അടുത്തായി കഴിഞ്ഞാലാണ് ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ബ്ലർ ആവുക. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോ ഫോക്കസും നല്ലപോലെ ഓട്ടോ ഫോക്കസ് ആവുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ZV-10 ആണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ട്, ഫോക്കസ് നല്ലപോലെ ആവുന്നുണ്ട് കേട്ടോ, നല്ലപോലെ ആവുന്നുണ്ട്. ഇതിലിപ്പോൾ പ്രൊഡക്റ്റ് ഷോക്കേസ് കൂടെ ഓണാണ്. അപ്പോൾ അതിൻ്റെയും നോക്കാം. അപ്പോൾ ഫോക്കസിങ് ഒക്കെ സുഖമായിട്ട് നടക്കുന്നുണ്ട്. സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, സൗണ്ട് ഓട്ടോ ഫോക്കസ് ആവാനായിട്ട് സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കണമെന്നില്ല കേട്ടോ, ഒരു ഇഷ്യൂ ഇല്ല. നല്ല ലെൻസ് തന്നെയാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ബഡ്ജറ്റ് കാറ്റഗറിയിൽ, ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം 30,000 എന്ന് വെച്ചാൽ ലെൻസുകൾക്കിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് പറയുമ്പോൾ ബഡ്ജറ്റ് കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഞാൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത്, അല്ലാണ്ട് ശരിക്കും ബഡ്ജറ്റ് ഒന്നും പറയാൻ പറ്റില്ല. 30,000 25,000 എന്നൊക്കെ പറയുമ്പോൾ ലെൻസിന് തന്നെ എന്ന് പറയുമ്പോൾ വലിയ ബഡ്ജറ്റ് ഒന്നും അല്ല. പക്ഷേ ലെൻസിൻ്റെ പ്രൈസ് അറിയുന്നവർക്ക് അറിയാം, അതൊരു ബഡ്ജറ്റാണ്, ഒരു ബഡ്ജറ്റ് കാറ്റഗറിയാണ് ആ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു പ്രൈം ലെൻസ് തന്നെയാണ് കേട്ടോ. ഉണ്ടോ, നല്ല ഫോക്കസ് ഉണ്ട് കേട്ടോ, നല്ല മറ്റേ നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ ഈ കിറ്റ് ലെൻസിനെക്കാട്ടും നല്ല ഫോക്കസിങ് വരുന്നുണ്ട്. സംഭവം കൊള്ളാട്ടാ. ഇതിൽ 2 ഇയർ വാറണ്ടി ഉണ്ട്. നിങ്ങൾക്ക് ഇതിപ്പോൾ ബോക്സും തന്നെ കാണാതിരിക്കുന്നുണ്ട്. 2 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ബുക്ക്ലെറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം കുറച്ച് ബുക്ക്ലെറ്റ്സുകളുണ്ട്. പിന്നെ അതിൻ്റെ MRP ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അൺബോക്സിങ് കണ്ടിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൽ f1.4 ആണ് ഇതിൻ്റെ അപ്പർച്ചർ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് കുറവാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഇത് കിട്ടും കേട്ടോ. അതിന് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.